CPM തീവ്രവാദ സംഘടനയുമെന്ന് ഉറക്കെ ചോദിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ. വി.ഡി. സതീശന്റെ ചോദ്യം പ്രസക്തമാകുന്നത് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളായ 4 പേരെ അവരുടെ ശിക്ഷാവിധി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അവർ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ അവരെ മുദ്രാവാക്യം വിളികളോടെയും ഹാരാർപ്പണത്തോടെയും സ്വീകരിച്ച നടപടിക്കെതിരെയാണ് വി.ഡി. സതീശന്റെ ഈ ആക്ഷേപവും വിമർശനവും ഉയർന്നു വരുന്നത്. ഇത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി എന്ത് സന്ദേശമാണ് യുവതലമുറയ്ക്ക് കൊടുക്കുന്നത് എന്നത് മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ്. CPM നേതാക്കൾക്ക് അവരുടെ അണികളെ ജയിലിൽ പോയി സന്ദർശിക്കാം, ശിക്ഷിക്കപ്പെട്ടവരെ ചെന്ന് കാണുന്നതിനൊന്നും വിലക്കൊന്നുമില്ല. സാധാരണഗതിയിൽ സമരങ്ങൾ, ചിലപ്പോൾ സെക്രട്ടേറിയറ്റ് സമരം, അതുപോലെ ഏതെങ്കിലും സമരത്തിലൊക്കെ പങ്കെടുത്ത് ജയിലിലൊക്കെ പോകുന്ന ആളുകളെ നേതാക്കളൊക്കെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും പോയി കാണാറുണ്ട്. BJP നേതാക്കളും ഇതുപോലെ ഈ കേസിൽ പ്രതികളായ ആളുകളെ, വലിയ കേസുകളിൽ പ്രതികളായ ആളുകളെയൊക്കെ പോയി കണ്ട ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് CPM മാത്രം വിമർശനത്തിന് വിധേയമാകണം എന്ന് നിർബന്ധവുമില്ല. എങ്കിലും ചില കാര്യങ്ങൾ പ്രസക്തമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കളാണ് ഇങ്ങനെ ഹാരാർപ്പണത്തിന് പോയത്. ഒന്ന് PK ശ്രീമതി, PP ദിവ്യ, അതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനൻ, P ജയരാജൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ. PP ദിവ്യയുടെ കാര്യം നമുക്കറിയാം. PP ദിവ്യ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നവീൻ ബാബുവിൻ്റെ മരണത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാകുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും അവരെ തരം താഴ്ത്തിയിരുന്നു. ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് പുതിയ പദവിയൊക്കെ കിട്ടിക്കൂടാ എന്ന് ഇല്ല, നിർബന്ധവുമില്ല. ഈ നേതാക്കളൊക്കെയാണ് പോയി കണ്ടത്. അതുപോലെ തന്നെ ഹാരാർപ്പണത്തോടെ ഇവരെ സ്വീകരിച്ചത്. ഈ കാര്യത്തിൽ എന്ത് സന്ദേശമാണ് യുവാക്കൾക്ക് നൽകുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ചോദ്യം. ആ ചോദ്യം പ്രസക്തമാകുന്നത് ഒറ്റ കാര്യത്തിലാണ്. കാരണം യുവാക്കളെ, നിങ്ങളും ഇതുപോലെ ചെയ്താൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും എന്ന സന്ദേശം അത് പ്രതിപക്ഷ നേതാവ് എടുത്തു പറയുകയും ചെയ്യുന്നു. നിങ്ങളും ഇതുപോലെ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന സന്ദേശമല്ലേ നൽകുന്നത്. ഭരിക്കുന്ന പാർട്ടിയാകുമ്പോൾ കുറെ കൂടി ഉത്തരവാദിത്വം കൂടും. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കേസിനും വഴക്കിനും ഒക്കെ പോകുമ്പോൾ പാർട്ടി നേതാക്കൾ കേസിന് പൊയ്ക്കോട്ടെ, അതൊക്കെ ശരിയാണ്. പക്ഷേ സർക്കാർ ഭരിക്കുമ്പോൾ അതിനൊക്കെ ഒരു മറയും തടയുമൊക്കെ വേണം എന്നത് അത്യാവശ്യമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ പാർട്ടി നേതാക്കളെ ജയിലിൽ പോയി സന്ദർശിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജയിലുകൾ ഞങ്ങൾക്ക് പേടിയില്ലാത്ത സംഭവം, ജയിലുകൾ സഖാക്കൾക്കുള്ളതാണ് എന്ന തരത്തിലെ മുദ്രാവാക്യം മോഡലിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നത്, ഇതൊക്കെ തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. അതിന് പ്രതിപക്ഷ നേതാവ് ചോദ്യം ചെയ്തത് വളരെ ശരിയായ നടപടിയുമാണ്. പ്രതിപക്ഷ നേതാവ് അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ മറ്റൊരു ചോദ്യം ഉയരുന്നത്, പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിലുള്ള NM വിജയൻ എന്ന് പറയുന്ന വയനാട്ടിലെ DCC ട്രഷററായിരുന്ന ആ വയോധികൻ്റെ ആത്മഹത്യ, അദ്ദേഹത്തിൻ്റെ മകനും മരിച്ച സംഭവത്തിൽ KPCC എന്ത് നടപടിയാണ് എടുത്തത് എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞ മറുപടി ഒരു ഇരട്ടത്താപ്പിൻ്റെ മറുപടിയാണ്. അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. പോലീസ് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ രാജി ആവശ്യപ്പെടാം. റിപ്പോർട്ട് വരുന്നതുവരെ അങ്ങനെ തന്നെ ഇരിക്കും കേസ്. ഞങ്ങൾ കേസിൻ്റെ മെരിറ്റ് നോക്കുകയല്ല, കുടുംബത്തെ എങ്ങനെ സഹായിക്കാമെന്നാണ് നോക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ വി.ഡി. സതീശനും പിണറായി വിജയനും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് സ്വാഭാവികമായും ജനാധിപത്യ കേരളത്തിലെ പ്രേക്ഷകർക്ക് തോന്നും. വി.ഡി. സതീശൻ പറയുന്നത് എന്താണ്? അന്വേഷണത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇത് തന്നെയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ M.R. അജിത് കുമാറിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്? അന്ന് വി.ഡി. സതീശൻ എന്താണ് പറഞ്ഞത്? മുഖ്യമന്ത്രി M.R. അജിത് കുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന്. അതുപോലെ തന്നെയല്ലേ വി.ഡി. സതീശൻ ഇപ്പോൾ പറയുന്നത്? കേസന്വേഷണത്തിൻ്റെ വഴിക്ക് പോകട്ടെ, അത് റിപ്പോർട്ട് വന്ന ശേഷം നടപടി സ്വീകരിക്കും. ഇതേ വാക്കുകളാണ്, ഏറെക്കുറേതല്ല, ഇതേ വാക്കുകൾ തന്നെയാണ്. ഇതിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ ഫോട്ടോ കോപ്പി പതിപ്പാണ് വി.ഡി. സതീശൻ വയനാട് DCC ട്രസ്റ്റിയുടെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പോൾ ചില നല്ല കാര്യങ്ങൾ സതീശൻ പറയുമ്പോൾ മറുപുറത്തിൽ ഇരുട്ട് കൊണ്ട് നടക്കുകയാണ്. അതായത് മുഖ്യമന്ത്രി എങ്ങനെയൊക്കെ അനുകരിക്കാം എന്ന ഏകാധിപത്യ സ്വഭാവം വി.ഡി. സതീശനിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. ഒരു കൃത്യം മറുപടി അവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ നന്നാകുമായിരുന്നു. കാരണം പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടി എന്നല്ലാതെ IC ബാലകൃഷ്ണൻ ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു വാക്കെങ്കിലും പറയാനുള്ള മാന്യത വി.ഡി. സതീശൻ കാണിക്കണമായിരുന്നു. അതുമാത്രമല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള സമിതി, KPCC സമിതി അവിടെ അന്വേഷണത്തിന് പോയിരുന്നു. അവരും ഇക്കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. കാരണം IC ബാലകൃഷ്ണനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ട് പറയുന്നു കുടുംബത്തെ എങ്ങനെ സഹായിക്കാമെന്നാണ് നോക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയല്ലേ, ആ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നടപടിയെന്ന്. ഈ നേതാക്കൾക്കൊക്കെ ആ മകൻ കൊണ്ട് കത്ത് കൊടുത്തപ്പോൾ, അച്ഛൻ എഴുതിയ കത്ത് കൊടുത്തപ്പോൾ പരമപുച്ഛത്തോടു കൂടിയാണ് അത് കേട്ടതെന്നും നമ്മൾ വാർത്തകളിൽ നിന്ന് വായിച്ചറിഞ്ഞിരുന്നു.